ദൈവം എഴുന്നേൽക്കുന്നു. അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അവൻ്റെ പേരത്രേ യാഹ്. ദൈവത്തിനും തൻ്റെ ജനത്തിനും എല്ലാ കാലത്തും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം ഇതൊന്നും കാണുന്നില്ല, ഉറങ്ങിക്കിടക്കുന്നു എന്ന ചിന്തയിൽ പല ദുഷ്ടന്മാരും ദൈവിക പ്രവർത്തികൾക്കായി എതിരായി മത്സരിക്കുന്നു. പക്ഷേ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ എഴുന്നേറ്റാൽ സകല ദുഷ്ടന്മാരും പലായനം ചെയ്യും. അവരെ കാറ്റത്ത് പാറിപ്പോകുന്ന പുകയോടും തീയിൽ ഉരുകുന്ന മെഴുകിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ദുഷ്ടനെ ഭയവും നാശവുമാകുന്ന ദൈവിക സാന്നിധ്യം ഭക്തന് അനുഗ്രഹവും സന്തോഷവുമാണ്. ചരിത്രം പരിശോധിച്ചാൽ ദൈവിക പ്രവൃത്തികൾക്ക് എന്നും എന്നും ശത്രുക്കളെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ നടുവിലൂടെ വിജയിച്ച് ഉയർന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നാം കണ്ടിട്ടില്ലേ, മന്ത്രിമാരും പഴയകാലത്തെ രാജാക്കന്മാരും വരുമ്പോൾ വഴികളൊക്കെ നന്നായി അലങ്കരിക്കുന്ന ഒരു പതിവ്. അത് അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യമാണ്. പൂക്കൾ വാരി വിതറിയും തൊഴുകയോടെ കൂപ്പിയും വാദ്യാഘോഷങ്ങളോടെയും അവരെയൊക്കെ സ്വീകരിക്കുന്നത് നാം കണ്ടിട്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ സ്വയംഭൂവായ ദൈവമാണ് ഞാനെന്ന് പലരും ചിന്തിച്ചിരിക്കുക. ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ദൈവമായി തീരുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യൻ എന്നും വെറും മണ്ണാണ്. പാപം നിറഞ്ഞതാണ് അവൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരിക്കലും ആ മനുഷ്യന് ദൈവമായി തീരുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം ജനത്തോട് സംസാരിക്കേണ്ടതിന് എഴുന്നേൽപ്പിച്ച ചിലരോട് സംസാരിച്ചിട്ടുണ്ട്. ആ സന്ദേശം അവർ ജനത്തിന് കൈമാറിയിട്ടുമുണ്ട്. അവരെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നമ്മുടെ കൃപയുടെ ദൈവത്തിന് ഒരു വലിയ വഴി നമുക്കൊരുക്കാം. യാഹ് എന്ന ആ ദൈവത്തിന്, യാഹ് എന്ന വാക്കിന് സ്വയംഭൂവായ, നിത്യൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം യഹോവയായ ദൈവം എന്നു മാത്രമാണ്. ശത്രു പ്രബലനായാലും നമ്മുടെ രക്ഷകൻ വിടുവിക്കുവാൻ ശക്തനാണ്. അവൻ നമ്മുടെ ഭാരങ്ങളെ മാറ്റി ആശ്വാസവും സമാധാനവും നിറഞ്ഞ ഹൃദയം നൽകുന്നു. നമ്മുടെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊണ്ട് തുടർകാലങ്ങളിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.